ഹലോ ജയകുമാർ സർ, വെൽക്കം ടു VMC മലയാളം. സാർ ധ്യാനത്തിലേക്ക് വന്നിട്ട് ഒരു 3 മാസം ആയിട്ടുള്ളൂ എന്നാ പറഞ്ഞത്. പക്ഷെ ഈ 3 മാസത്തിൽ ഇത്രയും ധ്യാനം ചെയ്തു. സാറിൽ വന്ന മാറ്റം വീട്ടുകാര് അല്ലെങ്കിൽ എസ്പെഷ്യലി വൈഫ് തിരിച്ചറിഞ്ഞു തുടങ്ങിയോ? എന്ത് മാറ്റമാണ്? മാറ്റം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും എന്റെ വൈഫിനോട് ചോദിച്ചു. ഞാനിത് പിന്നെ ധ്യാനമൊക്കെ തുടങ്ങി ഒരു 1.5-2 മാസം കഴിഞ്ഞപ്പോ ഇതുപോലെ ഇങ്ങനെ ഞങ്ങള് യാത്ര ചെയ്ത് പോകുന്ന കാറിലിരുന്ന് ഞാൻ ചോദിച്ചു, പിന്നെ സുമയ്ക്ക് എന്തെങ്കിലും മാറ്റം എന്നിൽ തോന്നുന്നുണ്ടോ? വൈഫിന്റെ പേര് സുമ എന്നാണ്. സുമയ്ക്ക് എന്തെങ്കിലും എന്റെ പേരിൽ ഒരു ഇത് തോന്നുന്നുണ്ടോ? ഞങ്ങൾക്കൊരു മാറ്റം ധ്യാനം ചെയ്തിട്ട്. അപ്പൊ ഞങ്ങൾ ഇതിനു മുമ്പ് ഭയങ്കരമായ ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളതാ, ആത്മീയ മാർഗത്തിൽ തന്നെ. പക്ഷെ അതിലൊന്നും നമുക്ക് ഒന്നുമില്ല, എല്ലാം കയ്പുനീരായിരുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഈ ഒരു ആനാപാനസതി ധ്യാനം തുടങ്ങിയിട്ട് ഇത്രയും നാളായി, എന്തെങ്കിലും മാറ്റം എനിക്ക് എന്തെങ്കിലും മാറ്റം നിനക്കറിയാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അവള് പറഞ്ഞപ്പോഴാണ് സത്യത്തിൽ എനിക്ക് ഇത്രയും മാറ്റം ഉണ്ടെന്ന് എനിക്ക് തോന്നിയത്. കാരണം ഞാൻ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്തു പോകുന്നുണ്ട്. അപ്പൊ എന്നോട് പറഞ്ഞത്, കേട്ടോ, ഒത്തിരി വ്യത്യാസമുണ്ട്. കാരണം ഞാന് മദ്യപിക്കുമായിരുന്നു, പുകവലിക്കുമായിരുന്നു, മുറുക്കുമായിരുന്നു. മുറുക്കാൻ വീട്ടിൽ വാങ്ങിച്ചു വെച്ച് തന്നെ ചെയ്യുമായിരുന്നു. അങ്ങനെ പക്ഷെ അതായത് 5 മിനിറ്റ് കൂടുമ്പോ 5 മിനിറ്റ് കൂടും മുറിക്കൊണ്ടിരിക്കുക. അപ്പൊ അതെല്ലാം നിർത്തി. പിന്നെ പിന്നെ എന്തെങ്കിലും ഒരു കാര്യം കണ്ടാൽ ഞാൻ ഇവളോട് പറയുമായിരുന്നു, അത് വഴക്ക് ഉണ്ടാക്കും. എന്തിനടിക്കുന്നത് ഉണ്ടായിരുന്നു. അതൊന്നുമില്ല. അപ്പൊ ചേട്ടാ, ഇതൊക്കെ ഭയങ്കരമായ ഒരു കാര്യം. എന്നെ സംബന്ധിച്ച് ചേട്ടൻ ഇപ്പം വളരെ, വൈഫിനെ സംബന്ധിച്ച് അല്ലേ, ഭർത്താവ് കുടിക്കുക, അതേപോലെ മുറുക്കുക, സിഗരറ്റ് വലിക്കാന്നൊക്കെ പറയുമ്പോ അവർക്കൊരു ടെൻഷനാണ്. ഇതെല്ലാം നിർത്തിയെന്ന് പറയുമ്പോ വളരെ ഒരു സത്യം പറഞ്ഞാൽ അവർ ഞെട്ടിപ്പോയി. അപ്പൊ അതാണ് ഞങ്ങളുടെ ഒരു ഇതിലുണ്ടായിട്ട് ധ്യാനം എന്ന് പറയുന്ന ഈ സംഭവം നമ്മൾ ചെയ്തതിനു ശേഷം നമുക്കുണ്ടായ ഏറ്റവും വലിയൊരു ഗുണം. എന്നാൽ പിന്നെ മറ്റ് നമുക്ക് അങ്ങനെ ഇത് പറയാനില്ല. ഇത് മതിയല്ലോ, ഒന്നും വേണ്ട. അതെ. അപ്പൊ സാറിന് തിരിച്ചറിയാൻ പറ്റിയില്ല, ഞാൻ ഇപ്പൊ കള്ളുകൂടി നിർത്തി, മുറുക്കുന്നില്ല, അപ്പൊ അതൊക്കെ അറിയുന്നില്ല. ഉണ്ട്, നിർത്തിയല്ലോ. നിർത്തി വിട്ടു. അത് കഴിഞ്ഞാൽ നമ്മുടെ സുഹൃത്തുക്കളാണെങ്കിൽ പോലും വന്നിട്ട് നമ്മളെ ഗൾഫിൽ നിന്ന് വരുന്നവരും വിളിക്കും. പിന്നെ നമ്മുടെ ജോലി സംബന്ധമായിട്ട് അങ്ങനെയൊക്കെ പല ഇതുണ്ട്. ഇതെല്ലാം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് തന്നെ അങ്ങ് നിർത്തി. ഇത് തുടങ്ങി, ധ്യാനം തുടങ്ങി, അതെല്ലാം ഒഴിവാക്കി. പക്ഷെ അതൊന്നൊരു മാറ്റങ്ങളായിട്ട് സാറ് തിരിച്ചറിഞ്ഞില്ലായിരുന്നോ? ഇല്ല. അത് ശരി. അറിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ അങ്ങ് പോയി. അത് ശരി. പിന്നെ ഞാൻ ധ്യാനം ധ്യാനം എപ്പോഴൊക്കെ ധ്യാനം ചെയ്യാം. വെളുപ്പിനെ 2:30 മണിയാകുമ്പോൾ എഴുന്നേക്കും, 3 മണിയാകുമ്പോൾ ധ്യാനത്തിലിരിക്കും, 6 മണി വരെ ഇരിക്കും. അത് കഴിഞ്ഞ് ഒരു 9 മണിയാകുമ്പോൾ ഇരിക്കും, 1-2 മണിക്കൂർ ഇരിക്കും. അങ്ങനെ എന്തായാലും 3 മണിക്കൂർ 5 മണിക്കൂർ ധ്യാനം ചെയ്യും എല്ലാ ദിവസവും. ഇന്നിപ്പോ 4 മണിക്കൂർ ഞാൻ ധ്യാനം ചെയ്തു കഴിഞ്ഞു. വൈകിട്ടത്തേ ഉള്ളൂ. അപ്പൊ ആ ഒരു ഇതാണ് നമ്മുടെ. അപ്പൊ എനിക്ക് പിന്നെ മനസ്സിന്റെ സന്തോഷം, മനസ്സിന് നമുക്കൊരു ഒരു ഒരു വളരെ എന്തു പറഞ്ഞാൽ മറ്റേ നമുക്ക് എല്ലാം. അത് ഒന്നാമത്തെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ആരോടും വിരോധമില്ല, ഒരുത്തിനോടും വിരോധമില്ല. അതാ ശിവാജിയുടെ ഒറ്റ വീഡിയോ, ഞാനും അതിന് പങ്കാളിയാ. ആ വീഡിയോയിൽ എല്ലാരും പ്രായശ്ചിത്തം ചെയ്ത് അപരാധം പറഞ്ഞ് ക്ഷമ ചോദിച്ച് അങ്ങനെ ആ ഒരു ഇത് വളരെ ഇതായിട്ട് എനിക്ക് എഫക്ട് ചെയ്തു. അതൊക്കെ വലിയൊരു, ആരോടും ശത്രുതയില്ല. എന്റെ വീട്ടുകാരോട് വണക്കം, വൈഫിന്റെ വീട്ടുകാരോടെല്ലാം വണക്കം. പക്ഷെ ആരോടും ധ്യാനത്തിലേക്ക് വന്നതിന് ശേഷം ആരോടും ഒരു വിരോധവും ഇല്ല. കണ്ടാ മിണ്ടും, എല്ലാം ചെയ്യും. ഇതൊക്കെയാണ് എന്റെ പിന്നെ വലിയ നേട്ടങ്ങളല്ലേ ഇതൊക്കെ. പിന്നെ വീഡിയോസ് കേൾക്കുന്നതിലൂടെ തിരിച്ചറിവ് കിട്ടിയില്ലേ ഓരോന്നിന്റെയും കാര്യകാരണങ്ങൾ ഇതാണെന്ന്? 1-2 പ്രാവശ്യം ഞാൻ വായിക്കും, കേൾക്കും വീഡിയോസ്. ഇത് ഇപ്പം ഫോൺ കൈയിരുന്ന എപ്പോഴും നമ്മുടെ ഇതായിരിക്കുന്നു. ഇതാ കാണുന്നത്, VMCയുടെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്, ഓരോന്നോരോന്നിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുക. ബാക്കിയുള്ളതിനേക്കാൾ കൂടുതൽ, ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് ആദ്യം VMCയുടെ വാട്സപ്പിലാണല്ലോ ഒരു മെസ്സേജ് വന്നാൽ ഞാനായിരിക്കും വായിക്കുന്നത്. കാരണം അതാണ് നമ്മുടെ ഒരു, കാരണം എനിക്കതിന്റെ ഉത്തമമായ ഒരു ബോധ്യമുണ്ട്. ശരിക്കും എന്താണ് നമ്മളെ ഹിന്ദുക്കൾക്കറിയാൻ വയ്യാത്ത, ശരിക്കും ഹിന്ദുക്കൾ ജന്തുക്കളായതിന്റെ കാര്യവും ഇത് തന്നെയാണ്. കാരണം ഇത് പറഞ്ഞു കൊടുത്തില്ല, ആരും അറിയില്ല. ഞാൻ കണ്ടമാനം സാധന ചെയ്ത് അവിടെ ഇവിടെ ഉപവാസവും അതും ഇതും എല്ലാം ചെയ്തിട്ട് നടന്ന വ്യക്തിയാണ്. എനിക്ക് സത്യത എനിക്കറിയത്തില്ല, എങ്ങനെയാണ് ഈശ്വരൻ നമ്മൾ എങ്ങനെ പ്രാപിക്കണമെന്ന് അറിയത്തില്ല. അതായിരുന്നു അവസ്ഥ. പക്ഷെ ഇപ്പം നമുക്കത് മനസ്സിലാകുന്നുണ്ട്. നമ്മൾ ഈ വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ നമുക്ക് എന്തൊക്കെയോ നമുക്ക് വരുന്നുണ്ട് എന്നൊരു തോന്നലുണ്ട്. എന്ന് വെച്ചാൽ അത് കിട്ടും ഇത് കിട്ടും അങ്ങനെയല്ല, അങ്ങനെ ചിന്താതി എനിക്കില്ല. ഞാനിപ്പോ ധ്യാനത്തിലൂടെ ഞാൻ അങ്ങനെ ഒന്നും വേണമെന്നുള്ള ഉദ്ദേശം അതൊക്കെ വരുന്നത്. ഇനി ഞാൻ പ്രവർത്തനം ഏൽപ്പിച്ചു, വിട്ടുകൊടുത്തു, എല്ലാം പ്രകൃതിക്ക് വിട്ടുകൊടുത്തു. അതെ. പിന്നെ കണ്ടമാനം ടെൻഷൻ അടിക്കുന്ന ഒരു വ്യക്തിയാണ്. മോൻ അങ്ങനെ അതിന്റെ കാര്യം ശരി, അങ്ങനെ ആയില്ലെങ്കിൽ എന്ത്, ഇത് തന്നെ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ. പക്ഷെ ഇപ്പൊ ഞാൻ അതെല്ലാം വിട്ടുകൊടുത്തു. ഫ്രീ ആയി. അത്
സംഭവിക്കേണ്ടതാണ് സംഭവിക്കട്ടെ, പ്രകൃതിക്ക് വിട്ടുകൊടുത്തിരിക്കുന്നു. എന്നെ സംബന്ധിച്ച് എനിക്ക് അതൊന്നും ഒരു വിഷയമല്ല. അവരെ അവർ പ്രാപ്തരാക്കി ഇത്രയാക്കി. എന്റെ സത്യം പറഞ്ഞാൽ ഞങ്ങള് പിന്നെ ഒരു സന്തോഷം എന്ന് പറയുന്നത് ഇപ്പൊ ഈ ഒരു സമയത്തിലുണ്ടാകും. ഈ ഒരു 2-3 മാസം കൊണ്ട് ഈ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യാൻ തുടങ്ങി. പിന്നെ ഒരു കുഴപ്പമില്ല, നല്ലതാണ്. ഈ ഏറ്റവും നല്ലൊരു ഇതാണ് ഈ മെഡിറ്റേഷൻ. ഞാൻ എനിക്ക് വളരെ സന്തോഷമാണ്. ഞാൻ അമ്പലത്തിൽ വന്ന് നിങ്ങൾ വരുമെന്നുള്ള ഉദ്ദേശത്തിൽ അവിടെ ഇരുന്നത്. അവിടെ 1 മണിക്കൂർ നല്ല എന്തോ വൈബ്രേഷൻ ആയിരുന്നു. അപ്പം നല്ലതാണ്. എല്ലാവരും ഇത് ചെയ്യണം. ഇത് പിന്നെ പരമാവധി ആൾക്കാർ ഇത് ഈ ധ്യാന മാർഗത്തിലേക്ക് വരണം. ഇതിന് ഒരു പൈസ ചെലവില്ല, 10 പൈസ ചെലവില്ല. ആരും ഇങ്ങനെ പറഞ്ഞു തരില്ല. ശിവാജിയെ തൊട്ടുകൊഴുന്നു ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്ന് ഞങ്ങളെ ഇത്രയും നയിക്കാൻ. അത് ശരിക്കും പറഞ്ഞാൽ പത്രിജി വാർത്തെടുത്തതാണ്, ഒലയിൽ വാർത്തെടുത്തതാണ്. പറയാതിരിക്കാൻ ഒരു നിവൃത്തിയില്ല. നമുക്ക് അതാണ് ആ വീഡിയോ, ഓരോ വീഡിയോയും അറിയുന്നവനറിയാം. എല്ലാവരും ധ്യാനമാർഗത്തിലേക്ക് വരണം. എല്ലാവർക്കും നല്ലത്. താങ്ക് യു സർ, നന്ദി. സാറിന്റെ വീഡിയോ ഒരുപാട് പേരിൽ ആന്തരിക പരിവർത്തനം ഉണ്ടാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് താങ്ക് യു സർ.